നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് വീട്ടിൽ തന്നെ നൊടിയിടയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷേക്കുമായിട്ടാണ്. പ്രായമുള്ളവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു എനർജി ഡ്രിങ്കും കൂടെയാണിത്. ഇതിന് വേണ്ടിയ സാധനങ്ങൾ മെയിനായിട്ട് വേണ്ടത് പാലാണ്. ഇത് പാല് കാച്ചിയിട്ട് പാട മാറ്റി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പാലാണ്. ഇത് തണുത്തതാണേ. പിന്നെ ബദാം അത് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നു. പിന്നെ വാൾനട്ട്, കാഷ്നട്ട്, ഡേറ്റ്സ്, അതുപോലെ തന്നെ ചോക്ലേറ്റ്. ഇനി നമുക്കിതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട്. നമ്മൾ ഡേറ്റ്സ് അരി കളഞ്ഞ് അത് കഴുകിയിട്ട് ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ അരി കളഞ്ഞ് നമ്മൾ തിളപ്പിച്ചാർച്ച വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് വേണമെങ്കിൽ ഇതിൻ്റെ തൊലി നമുക്ക് കളയാം, പക്ഷേ തൊലിയൊന്നും കളയേണ്ട കാര്യമില്ല. ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഈ വെള്ളവും കളയരുത്. ഈ വെള്ളം നമുക്ക് ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 1 ഗ്ലാസ്സാണ് എടുക്കേണ്ടതെങ്കിൽ ഒരു 2 ഡേറ്റ്സ്, ഒരു ചോക്ലേറ്റ്, ഒരു 3/4 കപ്പ് പാല്, ഒരു 2 കാഷ്നട്ട്, ഒരു 3-4 ബദാം പരിപ്പോ ഒക്കെ ഇടാം. കാരണം ഇതിന് കൊളസ്ട്രോൾ ഒന്നും ഉള്ളതല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇത് ആവശ്യത്തിനിടാം. കാഷ്യൂ, പിന്നെ കൊളസ്ട്രോളൊക്കെ കൂടുതലുള്ളവർക്ക് കാഷ്യൂ കുറയ്ക്കുന്നത് നല്ലതാണ്. ബദാമും വാൾനട്ടും ഒക്കെ നല്ലതാണ്, ഡേറ്റ്സും ഒക്കെ. ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. അത് ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കരുത് ആദ്യമേ അരയ്ക്കുമ്പോൾ, കാരണം ഇത് അരഞ്ഞ് കിട്ടത്തില്ല. അതൊന്ന് അരഞ്ഞ് വരുമ്പോൾ നമുക്ക് ബാക്കി പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ പ്രത്യേക വേറൊരു കാര്യമുള്ളത്, പഞ്ചസാരയൊന്നും ഇതിനകത്തിൽ ചേർക്കുന്നില്ല. ചോക്ലേറ്റിൻ്റെ, ഡേറ്റ്സിൻ്റെ ഒക്കെ ഉള്ള ആ മധുരം മാത്രം മതി. ഇത് 2 ടൈപ്പ് ചോക്ലേറ്റാണ് ഇതിനകത്തിൽ ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റൊക്കെ ഉപയോഗിക്കാം കേട്ടോ, പക്ഷേ നമുക്ക് അന്നേരം അതിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റ് കിട്ടുമല്ലോ, അതിനു വേണ്ടിയാണ്. നമ്മൾ ഡേറ്റ്സ് കുതിരാൻ വെച്ചിരുന്ന വെള്ളം കൂടി ഇതിനകത്തിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു കുറച്ച് പാലും കൂടി ഇതിനകത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം, ഇതൊന്ന് അരച്ച് എടുക്കാൻ വേണ്ടി മാത്രം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. നമ്മുടെ മിക്സ് എല്ലാം കൂടെ അരഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നല്ല മണം വരുന്നുണ്ട്. അത് കോംപ്ലാൻ്റെ ആണോ ബോൺവിറ്റയുടെ ആണോ ഒന്നും മനസ്സിലാവുന്നില്ല. നല്ലൊരു ഫ്ലേവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു. അത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത് അരച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാലൊഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ മിക്സിയുടെ അടപ്പ് തെറിച്ച് പോകാതെയും കൂടെ ശ്രദ്ധിച്ചോണം കേട്ടോ. നമുക്കിതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാവേ. നമുക്ക് ഇനി ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് പകരാവേ. നിങ്ങൾക്ക് ഇനി ഇതിൽ ഡേറ്റ്സോ നട്ട്സോ ഒക്കെ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിനകത്തിൽ വേണമെങ്കിൽ ഐസ് ഇടേണ്ടിയവർക്ക് ഐസ് ഇട്ട് കൊടുക്കാം. രാവിലെയാണ് നമ്മൾ ഷേക്ക് അടിക്കുന്നത്, അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാനൊന്നും അധികം ആൾക്കാരില്ല. അപ്പം എൻ്റെ ഇച്ചായൻ പുറത്ത് പോയിട്ട് ഇപ്പോൾ ക്ഷീണിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ ഭർത്താവിന് തന്നെ കൊടുത്ത് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അഭിപ്രായം അറിയാം. വിശേഷപ്പെട്ട ഡ്രിങ്ക്സ് ഏതാണ് കുടിച്ച് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറഞ്ഞാൽ മതി. നൈസായിരിക്കും, നല്ല ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും ഒരു ഹെൽത്തി ഡ്രിങ്കാണ്. നൈസ്, വെരി ഗുഡ്, നല്ല ടേസ്റ്റാണ്. മധുരമൊന്നും വേറെ ചേർത്തിട്ടില്ല. ചോക്ലേറ്റിൻ്റെ ഡേറ്റ്സിൻ്റെ ഒക്കെ മധുരം മാത്രമേ ഉള്ളൂ. അതതിൻ്റെ ആവറേജ് മധുരമേ ഉള്ളൂ. അത് മതിയല്ലോ ഈ കാലത്ത് എല്ലാവർക്കും ഷുഗറൊക്കെ വരുന്നുണ്ട്, നോർമൽ മധുരം. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ. ഇതെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്ന് കൊടുക്കണേ. എന്നിട്ട് ഒന്ന് അഭിപ്രായം കമൻറ്റുകളായിട്ടൊക്കെ അറിയിച്ചാൽ മതി. നിങ്ങളുടെ ഓരോ കമൻറ്റുകളും എനിക്ക് ഒരു ഊർജ്ജം പകരുന്ന പോലെയാണ്. വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനൊക്കെ എനിക്ക് എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഓരോ കമൻറ്റുകളും കൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി വരും വരേക്കും സൈനിങ് ഓഫ് പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽ. ടാറ്റാ, ബൈ ബൈ.